അങ്ങനെ നമ്മൾ ഇന്നലെ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണം വരെ എത്തി. നെല്ലൂരിൽ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നെല്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വിജയവാഡയും കഴിഞ്ഞ് വിശാഖപട്ടണത്ത് എത്തി. നമ്മൾ നല്ല ലേറ്റ് നൈറ്റ് ഒരു 12 വരെ ആയപ്പോഴാണ് വിജയവാഡയിൽ എത്തിയത്. അല്ല, വിജയവാഡ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 3rd ഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടെ വൈശാഖ് സിറ്റിയിൽ കാണാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടുത്തെ ബേസിക്കലി ഫുഡെല്ലാം നല്ലതായിരിക്കും. സ്റ്റോം വരും. അങ്ങനെ നമ്മുടെ മസാല ദോശ കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം കുറേ സാമ്പാറുണ്ട് കേട്ടോ. സ്വീറ്റ് സാമ്പാറാണ്. പിന്നെ അടുത്ത പൂരി സെറ്റ് വരുന്നവരെ പൂരി കട്ടിയ ദോശ വന്നു, സാമ്പാറോടെ വന്നു, പൂരി വന്നു. വലിയ പൂരി അല്ലേ? ലാസ്റ്റ് ബില്ലും ബില്ലും കൂടെ വന്നതില്ല. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയി പോയില്ല. ഹെവി അല്ല, മസാല ദോശയും പൂരിയും സാമ്പാറോടെയും എല്ലാം കൂടെ ആയിട്ട് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ വൈശാഖ് സിറ്റിയിൽ കാണാൻ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ വൈശാഖ് സിറ്റി കാണാനായിട്ട് ഇറങ്ങിയതല്ലേ. നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു മ്യൂസിയം അല്ലേ, മ്യൂസിയത്തിൻ്റെ പേര് സബ്മറൈൻ മ്യൂസിയം. പിന്നെന്തൊക്കെയുള്ളത്? സബ്മറൈൻ മ്യൂസിയം, പിന്നെ ബീച്ചുകളാണുള്ളത്. പിന്നെ അറക്ക് വാലി പാർക്ക്. സിംഹാചലം ടെമ്പിളിൽ പോയാലോ? ഒരു ആഫ്രിക്കൻ ആനയൊക്കെ ഇതിലുണ്ട്. ആനക്കുട്ടി. നേരെ കണ്ട ബീച്ചല്ലേ? അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ബേ ഓഫ് ബംഗാൾ നേരിട്ട് കണ്ടിരിക്കുന്നു. ഇത് അടിപൊളിയല്ലേ? ഇനി ഇങ്ങോട്ടൊരു സ്ട്രെച്ച് ഉണ്ട് കേട്ടോ, കറക്റ്റ് ഇതേ വ്യൂവിൽ തന്നെ. അടിപൊളിയാണ്. മറ്റേ മുംബൈയിലെ ഒരു ഇതില്ലേ, മറൈൻ ഡ്രൈവിന്റെ ആ ഒരു ഈ ബീച്ചിലാകെ കുറച്ച് തണലുള്ളത് ഈ ഒരു ഏരിയയിലാണ്. കുറച്ച് തെങ്ങുന്നൊക്കെ ആയിട്ട് ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടല്ലേ? ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുണ്ടാക്കുക. അത് ചെറിയ ചെറിയ കുപ്പിയല്ലേ? റീസൈക്കിൾ യുവർ ആറ്റിറ്റ്യൂഡ്സ്. നമ്മൾ വൈശാഖ് സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് പോകേണ്ട എല്ലാവരും കാണുന്നൊരു സ്ഥലമാണിത്. വേറെ എവിടെ വേറെ എവിടെ പോയിട്ടില്ലെങ്കിലും ഈ ഒരു വൈശാഖ് എന്നൊക്കെ ബാക്കിൽ എഴുതിയ ഈ ബോർഡിൻ്റെ അവിടെ നിന്നുള്ളൊരു ഫോട്ടോ മസ്റ്റല്ലേ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മറ്റേ സബ്മറൈൻ മ്യൂസിയം ഉള്ളത്. ഇതാണ് സബ്മറൈൻ മ്യൂസിയം. ഇവിടെ ഒരു എയർക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്.
2 മണിക്കോ? സൺഡേ 70 രൂപയാണ് അഡൽട്ടിന് ടിക്കറ്റ്, കുട്ടികൾക്ക് 40 രൂപ. അടിപൊളി മ്യൂസിയം അല്ലേ അത്? 2 മണിക്ക് തുറക്കുള്ളൂ. അപ്പോൾ നമ്മുടെ സബ്മറൈൻ മ്യൂസിയവും എയർക്രാഫ്റ്റ് മ്യൂസിയവും ഉച്ചയ്ക്ക് 2 മണിക്ക് ഓപ്പൺ ചെയ്തു. അപ്പം നമുക്കിവിടെ ഇനി ബാക്കി ബീച്ചുകളും കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചിവിടെ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. നമ്മൾ കൈലാസഗിരിയിലല്ല, ഒരു വലിയ ശിവന്റെ ടെമ്പിൾ, ഒരു പ്രതിമയൊക്കെ ഉള്ളത്. അതന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ അന്ന് കണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കും. സൈഡിൽ ബീച്ചല്ലേ, ഇതൊക്കെ നല്ല ഡ്രോൺ ഷോട്ട് പറ്റിയ സ്ഥലങ്ങളായിരിക്കും. എത്ര 70. കൈലാസഗിരിയിലേക്ക് വണ്ടിയായിട്ട് പോകണമെങ്കിൽ നടന്നു പോകാനായിട്ട് 5 രൂപയാണ് ടിക്കറ്റ്. വലിയ കാറുകൾക്ക് 70 രൂപയും ചെറിയ കാറുകൾക്ക് 50 രൂപയാണ്. അങ്ങനെ നമ്മൾ കൈലാസഗിരി ടോപ്പിലെത്തിയിട്ട് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇനിയാണ് അങ്ങോട്ടുള്ള കാണാനുള്ള സ്ഥലങ്ങൾ. കൈലാസഗിരിൻ്റെ എൻട്രൻസ് ആണ് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ഇത് പണിത് വെച്ചേക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ഡ്രോൺ ഷോട്ട്സും ക്യാമറ ഒന്നും അലൗഡ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ നോർമൽ ക്യാമറ അല്ലാതെ ഡ്രോൺ വീഡിയോ ഒന്നും നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രൈപോഡ് പറ്റില്ല. ഇവിടെ സർക്കുലർ ട്രെയിൻ ഉണ്ടല്ലേ? ടിക്കറ്റ് എടുക്കാം. ട്രെയിൻ ടിക്കറ്റ് അല്ലേ ഇത്? ഇങ്ങോട്ടേക്ക് പോകാൻ ടിക്കറ്റ് വേണ്ടല്ലോ. നമ്മളിപ്പം വൈസാഖ് സിറ്റിയിലെ കൈലാസഗിരി ഹിൽ ടോപ്പിലാണ്. ഹിൽ ടോപ്പല്ല, ചെറിയൊരു ഹില്ലല്ല, അതിൻ്റെ മേലെയുള്ള ഈ ശിവൻ്റെയും പാർവതീൻ്റെയും ഈ ഒരു സ്റ്റാച്ചു കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പം താഴെ വണ്ടിക്ക് കയറാനുള്ള ആ ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ടിക്കറ്റ് ഇല്ല. പക്ഷെ ഇവിടെ ഇതിന് ചുറ്റും ഒരു ടോയ് ട്രെയിൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിൽ പോകാനുള്ള സൗകര്യമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മേലെ വന്നാൽ നമുക്ക് ഈ ഒരു ശിവൻ്റെ പാർവതീൻ്റെയും ഈ ഒരു നല്ല അടിപൊളി വലിയ സ്റ്റാച്ചു കാണാനുള്ളൊരു സൗകര്യമുള്ളത്. അതല്ലാതെ ഇവിടെ ഡ്രോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാമറ ഒന്നും അലൗഡ് അല്ലാന്ന് ഉള്ളത് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഡ്രോൺ ഷൂട്ട് നടക്കില്ല. ഇതിവിടെ കുറച്ച് മാറിയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണല്ലേ, അനുപമ വ്യൂ പോയിന്റ് എന്നാണ് വ്യൂ പോയിന്റിന്റെ പേര്. ഇവിടെ നല്ല കിട്ടുന്ന വ്യൂ ആട്ടോ. ഡ്രോൺ ഷോട്ട് നമുക്ക് അലൗഡ് അല്ല. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടല്ലേ, കിടിലൻ വ്യൂ ആട്ടോ ഇവിടുന്ന്. അല്ല നമുക്ക് ആ ബീച്ചൊക്കെ അടിപൊളിയായിട്ട് കാണാം. ഫുള്ളൊരുമാതിരി മഞ്ഞ് പൊതിഞ്ഞ്, ദൂരെയൊക്കെ മലകളൊക്കെ കാണാൻ പറ്റും, പക്ഷെ ഫുള്ളൊരുമാതിരി മഞ്ഞ് പൊതിഞ്ഞ പോലത്തെ ഒരു ഇതാണ്.
ഇവിടെ ഈ ടോയ് ട്രെയിനിൻ്റെ റെയിൽ പോണത് കാണാൻ പറ്റും. ഇവിടെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ഒരു ചേട്ടനിരിക്കുന്നുണ്ട്. 200 രൂപയാണ് പറയുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫോട്ടോ വന്നത് ക്ലാസ് ചെയ്യും. ഇതാണ് ഇപ്പോൾ നമ്മുടെ ടോയ് ട്രെയിൻ. ഇവിടെ ഉള്ള 100 രൂപയാണ് ഈ ടോയ് ട്രെയിൻ ടിക്കറ്റ്. നോൺ AC കോച്ചുകൾ. ഇതിൽ കയറാം. ഇവിടെ AC ടിക്കറ്റ് 130 രൂപയല്ല ഒരു അഡൽട്ടിന്. നോൺ AC ആണെങ്കിൽ 90 റുപ്പീസ് ചേഞ്ച്. 4 പേർക്കും കൂടെ നോൺ AC 360 രൂപ. എത്ര നേരം ഉണ്ടാവും അറിയില്ല അല്ലേ. ജസ്റ്റ് ഒരു റൗണ്ട് സ്ലോലി പോയിട്ട് റൗണ്ടാണ്. നമ്മുടെ ഡാർജിലിങ്ങിൽ പോകാൻ വിചാരിച്ച ടോയ് ട്രെയിനിന് പകരം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഇത് സ്റ്റീം എഞ്ചിൻ അല്ലാന്നേ ഉള്ളൂ. ഷെഡ്യൂൾ കേട്ടോ. നമ്മുടെ കൈലാസഗിരിയിലെ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ അതല്ല മ്യൂസിയവും 2 മ്യൂസിയം. ആ 2 മ്യൂസിയം 2 മണിയാകുമ്പോഴത്തേക്കേ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അതിനിടയിൽ ലഞ്ച് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കണം. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കൈലാസഗിരിയിൽ കാണാനുള്ള കാഴ്ചകൾ. മെയിനായിട്ട് ടോയ് ട്രെയിനും പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യൂവും ഇതൊക്കെയാണ്. പക്ഷെ ടോയ് ട്രെയിൻ അത്ര ഒരു 90 റുപ്പീസാണ് ടോയ് ട്രെയിനിൻ്റെ ചാർജ്. എന്നാലും ഒരു രസം. അതെ, എന്തായാലും നമ്മൾ ഡാർജിലിംഗിലേക്ക് പോകണില്ല. നമ്മുടെ ഐറ്റിനറിയിൽ ഡാർജിലിംഗ് ഇല്ല. അപ്പം അവിടെയുള്ള ടോയ് ട്രെയിനിൻ്റെ നമ്മളിവിടെ അങ്ങ് സെറ്റാക്കിയെന്ന് കരുതിയാൽ മതി. టైం తింటే అలాగే ఉంటారు, అలాగే ఉంటారు.
ഫ്ലൈറ്റും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. ബ്ലാക്ക് ബോക്സ്, പൈലറ്റ് സ്റ്റേഷൻ, പ്രൊപ്പല്ലറാണ്. എൻജിൻ പല ടൈപ്പ് എൻജിൻസിൻ്റെ, പ്ലെയിനിൻ്റെ എൻജിൻസിൻ്റെ സൈഡിലൊക്കെ സാധനം എൻ്റെ വീടിൻ്റെ ഇടയിൽ എന്താണ് വിശിഷ്ട സേവാ നിലയം. നമ്മളിപ്പോൾ ഒരു എയർക്രാഫ്റ്റിൻ്റെ അകത്തേക്ക് കേട്ടോ പോണത്. ഇവിടെ മ്യൂസിയത്തിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ എയർക്രാഫ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ എൻജിൻ, അതിൻ്റെ പ്രൊപ്പല്ലർ, അതിൻ്റെ അങ്ങനെ എല്ലാ ടൈപ്പ് എയർക്രാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരു മ്യൂസിയത്തിൽ നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്. പിന്നെ എയർക്രാഫ്റ്റിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു മ്യൂസിയത്തിൽ നമ്മളും ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ കാണുന്ന എയർക്രാഫ്റ്റിനകത്തേക്ക് കേട്ടോ പോകുന്നത്. എയർക്രാഫ്റ്റിനകത്ത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത് നിന്ന് കാണാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നോർമലി എയർപോർട്ടിലൊക്കെ പോയിട്ട് പ്ലെയിനിൽ കയറാൻ പോകുന്ന പോലെ അതേപോലെ അതേ ഒരു മോഡലായിരുന്നു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പ്ലെയിൻ്റെ ടയറല്ല, ഫ്ലൈറ്റിൻ്റെ അകത്ത് നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഫൈറ്റർ പ്ലെയിൻ്റെ അകത്തൊക്കെ കയറുമ്പം എന്താണ് ഉള്ള അവസ്ഥ എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. നമ്മൾ പുറത്തുനിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബാക്കിൽ സബ്മറൈൻ്റെ മ്യൂസിയം ഉള്ളത്. നമുക്കിനി സബ്മറൈൻ മ്യൂസിയം കാണാനായിട്ട് പോകും.
ഇതാണ് നമ്മുടെ സബ്മറൈൻ മ്യൂസിയം. ഈ കിടക്കുന്നതാണ് സബ്മറൈൻ. അതിന് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് സബ്മറൈൻ്റെ അകത്തിന് ഈ പറഞ്ഞ പോലെ വീഡിയോഗ്രാഫി എല്ലോടാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. സബ്മറൈനിൽ അഡൽട്ടിനൊക്കെ 40 റുപ്പീസ് അല്ലേ അഡൽട്ടിനുള്ള ചാർജ്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് നോക്കാം. वाला बम 22 कैरी करेंगे. इस कंपार्टमेंट में 18, लास्ट में 4 रहेगा. इसको फायर करेंगे, उसके अंदर से राउंड वाला ना गोल गोल का, उसको बोलते टारपीडो ट्यूब्स. और ये सबमरीन 1971 इंडिया पाकिस्तान में भाग लिया, सक्सेस होकर वापस आया. टोटल 7 कंपार्टमेंट. नेक्स्ट कैप्टन कैबिन ऑफिसर से काम. കടലിലടിക്കൂടി സംഭവം ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഉള്ളിൽ ചെറിയ സ്ഥലമുള്ള നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇരിക്കുമ്പോൾ ഉള്ളിൽ നല്ല ലക്ഷറി ആയിട്ടുള്ള നല്ല സ്ഥലമുള്ള ഇതാണ്. പക്ഷെ ഉള്ളിൽ പക്ക ഒരാൾക്ക് ഇങ്ങനെ കഷ്ടി നടക്കാനുള്ള എത്ര സ്ഥലമൊക്കെ ഉള്ളൂ. എന്നാലൊരു സബ്മറൈൻ്റെ അകത്ത് കയറി കാണുന്ന ആദ്യമായിട്ടല്ല നമ്മൾ. എന്തായാലും ഒരു കിടക്കൻ എക്സ്പീരിയൻസ് ആയി. അപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ മ്യൂസിയവും അതേപോലെ സബ്മറൈൻ മ്യൂസിയവും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോണത് അതായത് ഫിഷിംഗ് ഹബ്ബ് ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ ബീച്ചിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിനി അവിടെ പോയി ഫുഡെല്ലാം കഴിച്ച് ബാക്കി പരിപാടി നോക്കാം. നമ്മൾ ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഇവിടെ റോഡ് സൈഡിൽ തന്നെ ബീച്ചിൻ്റെ സൈഡിൽ റോഡ് സൈഡിൽ തന്നെ കണ്ടൊരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. ഹോട്ടലിൻ്റെ പേര് സൂം എന്നാണ്. സൂം ഇതൊരു ബാറും റെസ്റ്റോറൻറ്റും കൂടെ ഉള്ള ഒരു സെറ്റപ്പാണ്. അടിപൊളി, നല്ല ആംബിയൻസ് ഉള്ള അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിച്ചിട്ട് ബാക്കി ഇനിയിപ്പം ഇവിടെ നമുക്ക് ബീച്ചിൽ പോയിട്ട് ഉള്ള കുറച്ച് വീഡിയോസ് എടുക്കലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇനി കാണാൻ ഇവിടെ നമ്മുടെ ഐറ്റിനറിയിൽ. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ലഞ്ച് കഴിച്ചിട്ടാവാം നമുക്കിനി ബാക്കി പരിപാടി.